സഹോദരാ, നീ ഒരു മുസ്ലിമല്ലേ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഏതു പടച്ചറപ്പെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ആരാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും കടന്നു വരുമ്പോ നമ്മുടെ കാര്യങ്ങൾ പടച്ചറപ്പിനെ ഏൽപ്പിക്കുന്ന എത്ര പേരാ ഉള്ളത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഒരു മുഅ്മിനിന്റെ അടയാളം അറിയുമോ? ഒരു മുഅ്മിനിനെ അറിയണോ? ഒരു മുഅ്മിനിന്റെ അടയാളം അറിയണോ? താടിയും തലപ്പാവും നിസ്കാരത്തഴമ്പും മാത്രമല്ല, ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു വിശ്വാസിയുടെ അടയാളം എന്തെന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ റബ്ബിഹിം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒരു സത്യവിശ്വാസിയുടെ ഗുണം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയണം തവക്കൽതു അലല്ലാഹ്. അത് എന്ത് വിഷയത്തിലാകട്ടെ, വീട് വെക്കുന്ന കാര്യത്തിലാകട്ടെ, പെണ്ണ് കെട്ടുന്ന കാര്യത്തിലാകട്ടെ, കച്ചവടത്തിന്റെ കാര്യത്തിലാകട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാകട്ടെ, വഅദ് വെക്കുന്നതിന്റെ കാര്യത്തിലാകട്ടെ, ജീവിതത്തിലെ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും നീ പറയണം തവക്കൽതു അലല്ലാഹ്. അത് വീടിന്റെ മുന്നിൽ എഴുതി വെക്കാനുള്ള ഒരു അറബി വാചകം മാത്രമല്ല, വാഹനത്തിന്റെ മുന്നിൽ എഴുതി വെക്കാനുള്ള പേര് മാത്രമല്ല. അറിയണമടാ ചെറുപ്പക്കാരാ, തവക്കൽതു അലല്ലാഹ് എന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറയണമടാ. അത് പറഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എപ്പോഴാണത് പറയേണ്ടതെന്നറിയുമോ? അത് പറയാതെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു. ഇത് വെറുതെ പറയാനല്ല പറഞ്ഞത്, വെറുതെ പറയാനല്ല പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അത് നല്ല മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. അല്ലാഹ് ആരെല്ലാം ഉറക്കെ പറയുന്നുണ്ടോ, ആ ഉറക്കെ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു തവക്കൽതു അലല്ലാഹ് പറഞ്ഞേ. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? ചുമ്മാതെ പറയാറുണ്ടല്ലോ, ഏത് വീട്ടിൽ പോയാലും കാണാൻ തവക്കൽതു അലല്ലാഹ്. എന്തുവാ അതിനർത്ഥം? വീട്ടിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. വലിയ വീട് പണിയുമ്പോഴും കാണാൻ തവക്കൽതു അലല്ലാഹ്. ചില വണ്ടിക്കകത്ത് കാണാൻ തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു? ഇത് എന്തിനാ പറയണേ? ഇതെപ്പോഴാ പറയണ്ടേ? ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് പറഞ്ഞില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്താ? പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അറിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ്ക്ക് വല്ലാത്ത പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം. ഇനിയിപ്പോ തവക്കൽതു അലല്ലാഹ് തന്നെ നമുക്കുള്ളൂ. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളൊക്കെ ഇനിയിപ്പോ തവക്കൽതു അലല്ലാഹ് തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം എന്തേ? അല്ലാഹുവേ പടച്ചവനെ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് പാസ്സാക്കാൻ പോകുന്നു, പിന്നെ ഇപ്പം ലവ് ജിഹാദ് കഴിഞ്ഞു, കഞ്ചാവ് ജിഹാദ് കഴിഞ്ഞു, കൊറോണ ജിഹാദ് കഴിഞ്ഞു, ഇപ്പൊ ഹലാൽ ജിഹാദ് വന്നു. ഇനി എന്തൊക്കെ ജിഹാദ് വരാൻ കിടക്കുന്നു? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി തവക്കൽതു അലല്ലാഹി തന്നെ നമുക്ക് ആശ്രയമുള്ള സഹോദര. ഇപ്പൊ കണ്ടില്ലേ ഹലാലു ഹറാമിനെ കുറിച്ച് ഏറ്റവും വലിയ കോമഡി എന്തെന്നറിയുന്നു?
ഈ ടിവിക്കകത്തൊക്കെ ചർച്ചയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചില ഞണ്ടുകളുണ്ട്. അപ്പോ ഈ അവതാരക തന്നെ ചോദിക്കും, ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ കടന്ന് ഉരുളുന്നത് കണ്ട സങ്കടം തോന്നാറുണ്ട്. സത്യത്തിൽ എന്താണ് ഹലാൽ എന്ന് അവർക്ക് അറിയില്ല. അതാ ഏറ്റവും വലിയ സങ്കടം. തീവ്രവാദം, ഇത് ഭീകരവാദം, പാവങ്ങളെ വീണെടുത്ത് കിടന്ന് ഉരുളുക, സങ്കടം തോന്നി. ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഈ പാവങ്ങൾക്ക് അറിയത്തില്ല. കാള പറ്റൂന്ന് കേട്ടപ്പോഴേ ഓടുക, ഇല്ല പുറകിൽ. എന്താണ് ഹലാല്, എന്താണ് ഹറാം, അതിനെ കുറിച്ച് പോലും നമുക്ക് തന്നെ ബോധമില്ലല്ലോ. ഇതപ്പോ നമുക്ക് തന്നെ അറിയാവോ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മളിൽ പലർക്കും പോലും അറിയത്തില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് രണ്ട് തന്തൂരി, ഒരു ഷവായി, ഒരു അൽഫഹം മേടിച്ചോണ്ട് വരുക. നമ്മൾ ആരെങ്കിലും തിരക്കാറുണ്ടോ? നേരെ ഫോൺ വിളിച്ച് ഹോട്ടലിലേക്ക് പറയും, വരും. നീ ചോദിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ അർത്ഥാണ്, ചത്തയാണോ അർത്ഥാണോ നീ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതിനൊന്നും സമയമില്ല, നമുക്ക് തന്നെ നോക്കാൻ സമയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ശർക്കര ഹലാലായി, പപ്പടം ഹലാലായി, എല്ലാം ഹലാലല്ല, എല്ലാം ജിഹാദ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇവരെങ്ങനെയെങ്കിലും നമ്മളെങ്ങനെ ഭയപ്പെടുത്താൻ നോക്കുക. എല്ലാ വഴിയിലൂടെയും നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് പേടിപ്പിക്കണം. നമ്മളെ ഭയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. പ്രച്ചോൻ എന്ത് ചെയ്യും ഉസ്താദ്? പൗരത്വ ബില്ലൊക്കെ പാസ്സായ നമ്മൾ എവിടെ പോകും? നമ്മൾ ഖബറിൽ പോകുമല്ല, പിന്നെ എവിടെ പോകാൻ? പൗരത്വ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. എവിടെ പോകും? നമ്മുടെ നാട്ടിൽ പോകും, നമ്മുടെ വീട്ടിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വീടേതാ? നമ്മുടെ വീടേതാ? കേട്ടില്ല? നമ്മുടെ വീടേതാ? നമ്മുടെ വീടേതാ സഹോദര? നമുക്കൊരു തറവാടുണ്ടല്ലോ, നമ്മുടെ തറവാട് ഏതാ? താത്താമാരെ, നമ്മുടെ വീടേതാ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ തറവാട് ഇതൊന്നും നമ്മുടെ നാടല്ല. ഇത് അവര് പറയുന്ന സത്യവാ. അവര് പറയണതില്ല ഇത് നമ്മുടെ നാടല്ല. നമ്മുടെ നാടല്ല. നമ്മുടെ വീട് എവിടെ നിന്നറിയോ? നമ്മുടെ തറവാട് എവിടാ? നമ്മുടെ തറവാട് എവിടാ? നമ്മുടെ ഉപ്പാപ്പ ആദം നബി എവിടെ ജീവിച്ചേ? നമ്മുടെ ഉമ്മ ഹവ്വാ റളിയല്ലാഹു തആല എവിടെ ജീവിച്ചേ? സ്വർഗ്ഗത്തിൽ. നമ്മുടെ വീട് അതാ. നമ്മുടെ വീട് അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ നമ്മളെ? ആദം നബിയെയും ഹവ്വാ ബീവിയെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? പോയിട്ട് വാ, നിനക്ക് സമയമുണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ? നമ്മുടെ നാട് അത് തന്നെയാണ്. അങ്ങോട്ട് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, ഉസ്താദ് എന്റെ കൊട്ടാരം ഞാൻ എന്ത് ചെയ്യും? ലക്ഷങ്ങൾ കൊടുത്ത് പണിത വീട്, എന്റെ വസ്തുക്കള്, എന്റെ കാറ്, എന്റെ പൈസ. ഉസ്താദന്മാരിങ്ങനെ സഹാബത്തിന്റെ ചരിത്രം പറയും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ പറയും. മക്കക്കാര് പറഞ്ഞു, എടാ സഹാബത്തിനോട് പറയുക, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളാഹും ഒപ്പോ, ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ പൊക്കോളെ. അവര് പറഞ്ഞത്, ഈ മക്കയിൽ നിന്നുണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളാഹും കൂടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ മദീനത്തൊക്കെ പൊക്കോളെ. സഹാബത്ത് എന്ത് ചെയ്തു? ഇട്ടിട്ട് പോയി. നമ്മളോ നെഞ്ചത്തടിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മള് നെഞ്ചത്തടിക്കുക. എടാ പൊന്നാര ചങ്ങാതി, അള്ളാഹ് ചോദിച്ചെന്തെന്നറിയോ? അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെറുതെ പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റുമോ ആമിനത്ത? നിനക്ക് ഇങ്ങനെയൊക്കെ ചുമ്മാതെ വല്ലപ്പോഴും രണ്ട് തട്ടും തട്ടി, രണ്ട് സുജൂദിനും വീണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് ദിക്റും പറഞ്ഞതുപോലെ ഒരു വയലിനും വന്നിട്ട്, വയലിന് വരുമ്പോ ഫർദാ, കല്യാണ വീട്ടിൽ പോകുമ്പോ കാണേണ്ട കാഴ്ച വല്ലാത്തതാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും. ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇനി തവക്കൽത്തു അലല്ലാഹ് തന്നെ ആശ്രയമുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തവക്കൽത്തു അലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എങ്ങനെ തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തവക്കൽത്തു അലല്ലാഹ് പറയേണ്ടത്? നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. അല്ലാതെ ചുമ്മാതെ തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ എന്റെ ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയണോ, അഴിച്ചു വിട്ടിട്ട് തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയണോ?
അപ്പൊ മുത്തുനബി പറഞ്ഞത് കെട്ടിയിട്ടിട്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയാനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന ജീവിതത്തിൽ നമ്മൾ പറയുന്നവരാണ്. ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഞാനും നിങ്ങളും ജീവിതത്തിൽ പഠിച്ചോ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചിലരുടെ ജീവിതത്തിൽ പടച്ചവനെ എന്തു വന്നാലും അവർ പറയും തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹുവിനെ ഞാൻ പരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ, എന്റെ കടയുടെ വിഷയമുണ്ടല്ലോ, എന്റെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയമുണ്ടല്ലോ, എന്റെ സമ്പത്തിന്റെ വിഷയമുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പടച്ചറപ്പിൽ പരമേൽക്കുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാ, ഫൈന അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ ലാ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിനെ അവനെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, അല്ലാഹു സ്നേഹിക്കുന്നവര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. പടച്ചവനെ അവനവന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുകയാ. ഏത് വിഷയം വന്നാലും അവൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹു പറയുകയാണ്, ഫൈനാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അവൻ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ അല്ലാഹു സ്നേഹിച്ചവരാണ്, അവരല്ലാഹു സ്നേഹിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ അവരുടെ സർവ്വ കാര്യങ്ങളും പടച്ചറപ്പിൽ പരമേൽപ്പിക്കുമെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചറപ്പ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭയമില്ലല്ലോ, യാതൊരു പേടിയില്ലല്ലോ, അവന്റെ ജീവിതത്തിൽ യാതൊരു പ്രയാസമില്ലല്ലോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പടച്ചവനെ നമ്രൂദിന്റെ അനുയായികൾ മുഴുവനും ഇബ്രാഹിം നബിയെ പിടിച്ചു കെട്ടുകയാണ്. ആ വിഗ്രഹങ്ങൾ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഭയാനകമായ ഒരു തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. ചരിത്രം പറയുകയാണ്, ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കഴിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കി. ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് അമ്പും വില്ലും തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി ആ തീകുണ്ടാരത്തിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ കയറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഒന്നനുവാദം തരുമോ, ഒന്നനുവാദം തരുമോ? ഈ കാണുന്ന തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ നബിയേ, ഞാൻ അങ്ങയെ രക്ഷപ്പെടുത്താൻ നബിയേ. മൂസാ നബി അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. ആ റബ്ബിനറിയാമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ.
എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാ, എനിക്ക് അല്ലാഹുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. നമുക്ക് ചരിത്രമറിയുമല്ലോ, ഫിറഔനിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവരാ. പടച്ചവനെ ദിവസങ്ങളോളം മാസത്തോളം ആ തീക്കുണ്ടാരത്തിനകത്ത് കിടന്നിട്ട് തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും നരയാതെ, ഒരു രോമം പോലും കരിയാതെ ഉല്ലാസയാത്ര കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നെന്ന ചരിത്രം പറയുമ്പോ ഇതൊന്നും ഒരു കെട്ടുകഥയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് ഹൃദയത്തിന്റെ അകത്തിറങ്ങിക്കഴിഞ്ഞാ പിന്നെ എങ്ങനാ അവർക്ക് പടച്ചവനെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എന്തെല്ലാ ദുരിതങ്ങൾ വന്നാൽ, ഏക സിവിൽ കോഡല്ല, പൗരത്വ ബില്ലല്ല, ജിഹാദല്ല, പടച്ചവനെ ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ജീവനോടെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിഷയം വന്നാൽ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരു ഭയമില്ല, അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു പേടിയില്ല. കാരണം ഏറ്റവും വലുത് പടച്ച റബ്ബാണല്ലോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും നാദാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് തോന്നാറുണ്ട്, ഉസ്താദേ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാ മതിയായിരുന്നു, മരിച്ചാ മതിയായിരുന്നു. പടച്ചവനെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. പടച്ചവനെ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലല്ലോ, അവർക്ക് അള്ളയാരാണെന്നറിയില്ലല്ലോ, അവർക്ക് അള്ളയാരാണെന്നറിയില്ലല്ലോ. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഒരു തുണ്ടൊരു തുണിയെടുത്തിട്ട് ഫാനിൽ കെട്ടിയിട്ട് കഴുത്തിട്ട് മുറുക്കിയിട്ട് ചാവുന്ന കാലമാ. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം വന്നാൽ നിങ്ങൾ പതറിപ്പോകരുത്, നിങ്ങൾ പതറിപ്പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു ദിക്ർ പറയുകയാ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളൊരു ദിക്ർ പറയണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് ദിക്റാണ് പറയേണ്ടതെന്നറിയുമോ? സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, ശാരീരികമായി തളർന്നു പോകുമ്പോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ, താങ്ങാൻ കഴിയാത്ത ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ദിക്ർ നിനക്കൊന്ന് 3 പ്രാവശ്യം ഇഖ്ലാസോടുകൂടി പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇതാര് പറഞ്ഞ ദിക്റെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദിക്ർ പറഞ്ഞ വ്യക്തി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയുടെ ചരിത്രം നിനക്കറിയുമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അതാ സൗബാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ആ സ്വഹാബിയുമായി ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ വ്യഭിചരിച്ചിരിക്കുന്നു. ആയിഷ ബീവിയെ പോലും വെറുതെ വിട്ടില്ല. ആയിഷ ബീവിയെ കുറിച്ച് അപരാധം പറയുകയാണ്. പടച്ചവനെ, ഒരു വീട്ടുകാര് മാത്രമല്ല, ഒരു പഞ്ചായത്ത് മാത്രമല്ല, ഒരു നാട് മുഴുവനും ആയിഷ ബീവിയെ പടച്ചവനെ അവിടെ പറയുകയാ. ആയിഷ ബീവി തെറ്റ് ചെയ്തെന്ന് എല്ലാവരും പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ എല്ലാ സ്ഥലങ്ങളിലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുക. ആയിഷ ബീവിയെ കുറിച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുമ്പോ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. ആയിഷ ബീവിക്ക് താങ്ങാൻ പറ്റിയില്ല. ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തളർന്നു പോകുകയാ. തന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, വാപ്പാ ഞാൻ അങ്ങനെ ചെയ്യുവോ വാപ്പാ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് എന്റെ വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവേ, അബൂബക്കർ തങ്ങളൊന്നും മിണ്ടിയില്ല. ആയിഷ ബീവി തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മക്കളുടെ കണ്ണൊന്നു നനഞ്ഞ സഹിക്കാൻ കഴിയാത്ത മാതാവിന്റെ ചാരത്തേക്ക് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉമ്മ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. ഉമ്മ പറഞ്ഞു, മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാണ് ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവിടെ തളർന്നില്ല. വീടിനകത്ത് കയറുകയാണ്, വീടിനകത്തേക്ക് കയറുകയാണ്. പടച്ചവനെ കയറെടുത്ത് തൂങ്ങിയില്ല, വിഷമടിച്ചില്ല, നരമ്പ് മുറിച്ചില്ല, ഗുളികയെടുത്ത് കഴിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 20, 18, 15 വയസ്സില്ല. പടച്ചവനെ ചെറിയ പ്രായമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കയറിയിട്ട് കതകടച്ചിട്ടിരിക്കുകയാ. എല്ലാ ദിവസവും രാവിലെ സുബ്ഹി കഴിയുമ്പോ ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ, നബി വരുന്നുണ്ടോ? ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളായി. ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ, പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. ആയിഷ ബീവി തുള്ളിച്ചാടുകയാണ്. ആയിഷ ബീവി തുള്ളിച്ചാടുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, ജിബ്രീൽ വരുമെന്ന് എനിക്കറിയാം. അല്ലാഹുവിന്റെ ഖുർആനിൽ ഞാൻ നിരപരാധിയാണെന്ന് ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി ഇത്ര ഉറപ്പോടുകൂടി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? നീ എങ്ങനെയാ പിടിച്ചു നിന്നത് ഈ പ്രയാസത്തിന്റെ സമയത്ത്? എങ്ങനെയാ പിടിച്ചു നിന്നത്? എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി നബിയേ, എനിക്കല്ല മതി നബിയേ. ഞാൻ എന്റെ വീടിനകത്ത് ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർന്നു പോകുമ്പോ ഈ ദിക്ർ നിങ്ങളൊന്ന് 3 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ്, നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പഠിച്ചു വെച്ചോ. ഇത്
നിന്റെ ജീവിതത്തിൽ പറയാ തയ്യാറായ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. തവക്കൽതു അലല്ലാഹ് എന്ന് ആര് പറയുന്നുണ്ടോ അവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താ? വിളക്കോട്. പഴുതു പറയുന്നവന് വെള്ളമില്ല, കേൾക്കാൻ വന്നവർക്കൊക്കെ കാപ്പി കുടിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടിയൊന്നും ഇല്ലേ? കടിയില്ല, രക്ഷപ്പെട്ട്. കുടിക്ക്. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരിഷ്ടപ്പെടും? പറചങ്ങാതി, ആരിഷ്ടപ്പെടും? അല്ലാഹ് ഇഷ്ടപ്പെടും. അല്ലാഹ് ഇഷ്ടപ്പെട്ട നീ പേടിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറയുന്നു രണ്ട്. തവക്കൽതു അലല്ലാഹ് എന്ന ജീവിതത്തിൽ പറഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ, രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അല്ലാഹു മതിയാവുകയാ. അവൻ അല്ലാഹ് മതി, വേറെ ആരും വേണ്ട. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. ലക്ഷങ്ങളുടെ കടം വന്നാൽ എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. വീടിന്റെ പണി പകുതിയിൽ കിടക്കുകയാണ്, പലിശക്കെടുക്കണ്ട, ലോൺ എടുക്കണ്ട. പടച്ചവനെ കൊണ്ടുപോയിട്ട് പണയം വെച്ച പൈസ കൊണ്ട് വീട് പണിയണ്ട, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. എന്റെ പെൺമക്കള് വളർന്നു വരികയാണ്, വളഞ്ഞ വഴിയിലൂടെ പണം വേണ്ട. എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ പെൺമക്കളുടെ വിവാഹം നടക്കുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ലാഹ് മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് വിഷയത്തിലും പെണ്ണുമ്പിള്ള ചോദിക്കും, മക്കൾ രണ്ടെണ്ണം കെട്ടിക്കാറായി, വളർന്നു വരുന്നല്ലോ. എന്ത് ചെയ്യണം? അല്ലാഹ് നോക്കിക്കൊള്ളും. അല്ലാഹ് നോക്കിക്കൊള്ളും. പടച്ചവനെ വീടിന്റെ പണി തുടങ്ങ്, വീടിന്റെ പണി പകുതി കിടക്ക, ഭാര്യ ചോദിക്കുക ഇതിനകത്ത് കയറണ്ടേ, ഇതിനെന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? അപ്പൊ പെണ്ണുമ്പിള്ള പറയും ലോൺ എടുക്കാം. നിന്നെ പോലെ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുതട്ടാ. എടാ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കഷ്ടപ്പെട്ടൊരു വീട് വെക്കും, ഉള്ള പൈസയും സ്വർണ്ണമെല്ലാം കൂടെ വിറ്റുപറക്കിയിട്ട് ഒരു വീട് വെക്കും. വീടിന്റെ വാർപ്പ് വരെ എത്തി. അപ്പൊ ഭാര്യ വന്നിട്ട് പറയും, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ അകത്ത് കയറാം. മോളെ പൈസ ഇല്ല, ലോൺ എടുക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പലിശക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത്? പറചങ്ങാതി, പലിശക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത്? നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. ഇത്രയും തന്ന അള്ളാഹുവിന് ബാക്കി കൂടെ തരാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നിനക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തരും. പടച്ചവന് കഴിയുമല്ലോ, അള്ളാഹുവിന് തരാൻ കഴിയുമല്ലോ. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ, എന്തിനാ പേടിക്കണേ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ, ഏത് വിഷയത്തിന് നമ്മൾ എന്തിനാ പേടിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? സഹോദരാ, നീ ഒരു മുസ്ലിമല്ലേ? നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഏതു പടച്ചറപ്പെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും മഹാനായ പ്രവാചകന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. ഏത് അല്ലാഹുവാണ് നമ്മുടെ കൂടെയുള്ളതെന്നറിയുമോ? എടാ മുസ്ലിമേ, റബ്ബിനെ കുറിച്ച് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. ആരാണെന്ന് മനസ്സിലാ
മനസ്സിലാക്ക, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന് പഠിച്ചോ? ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം? ഉദാഹരണം പറഞ്ഞ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. നേതാവ് മൈക്കെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയും, ജീവൻ വരെ കൊടുക്കണം, എന്ത് വന്നാലും അനങ്ങരുതെന്ന്. ലാത്തി ചാർജ് തുടങ്ങി ആദ്യം ഓടുന്ന ആരാ? നേതാവിനെ കാണാറില്ല, അടികൊള്ളുന്നത് പാപങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ മദീനത്ത് പൊക്കോ. എല്ലാരെയും പറഞ്ഞു വിട്ടു. അവസാനമാ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാട് വിടാൻ പോകുന്നു എന്ന് ശത്രുക്കൾ മുഴുവനും അറിഞ്ഞു. എല്ലാവരും വാളും പിടിച്ചുകൊണ്ട് വന്നിട്ട് മുത്തുനബിയുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക, ഇറങ്ങി അപ്പ വെട്ടിക്കൊല്ലണം. അങ്ങനെ വാളും പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും മാത്രമേ വീടിനകത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയെ, നീ ഇവിടെ കിടക്കോ? നിങ്ങൾ ചിന്തിക്കണം, അലിയാര് തങ്ങളുടെ ആ ഒരു ധൈര്യം ചിന്തിക്കണം. വീട് മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വളഞ്ഞു നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എനിക്ക് പകരം നീ ഇവിടെ കിടക്കോ? ഞാൻ കിടക്കാൻ നബി, എനിക്കൊരു പേടിയില്ല. അലിയാര് തങ്ങൾ അവിടെ കിടക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് നബിത്തങ്ങളോട് പറഞ്ഞു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. വ്യക്തമായി കേട്ടോ, ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ആ മണ്ണിലേക്ക് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഊതണം. സൂറത്തു യാസീൻ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഊതണം മണ്ണിലോട്ട്. എന്നിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പോക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാള് പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ AK-47 ഒന്നും അല്ല എടുത്തിട്ട് ഒരു പിടി മണ്ണ്. അല്ലാഹ് ആരാന്ന് പഠിക്കാനാ ഞാൻ ഇത് പറയണേ. ജിബ്രീൽ AK-47 ആറ്റം ബോംബൊന്നും കൊണ്ടു കൊടുത്തില്ല. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. ഒരു പിടി മണ്ണ് വാരി ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറ് ലൈവായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത്. പൊന്നാന മക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ വാതിൽ തുറന്നിട്ട് നെഞ്ച് വിരിച്ചിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹ്, വേറെ ഒന്നും വേണ്ട. മൂസാ നബി അലൈഹിസ്സലാമും, നിങ്ങൾ ചരിത്രം പഠിക്കും, മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളും ഓടി കടലിന്റെ മുന്നിൽ ചെന്നു. കടലിന്റെ മുന്നിൽ ചെന്നു. മുമ്പില് ചെങ്കടല്, പുറകില് ഫിർഔനും അനുയായികളും. കൂടെ വന്നവര് പറഞ്ഞു, മൂസ തീർന്നു, നമ്മുടെ കാര്യത്തിൽ ഒന്നി വെള്ളത്തിൽ ചാവണം, അല്ലെങ്കിൽ വെട്ടുകൊണ്ട് ചാവണം, ഏത് വേണം തീരുമാനിക്കാം. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണം? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ? മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന കമ്പെടുത്തിട്ട് വെള്ളത്തിൽ അടിച്ചപ്പോഴത്തേക്ക് വഴിയായി കഴിഞ്ഞ് നടന്നു പോയില്ലേ? നാം പഠിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറങ്ങിപ്പോയി. വഴിയിൽ കാത്തു നിൽക്കുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന് വാഹനം റെഡിയായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചോദിച്ചു, അബൂബക്കറെ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ആ ചങ്ങാതി ആ വെളിയും കാത്തു നിൽക്കുക. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. കൂടെ അപ്പൊ തന്നെ കയറി. രണ്ടുപേരും കൂടെ യാത്ര പോകുമ്പോഴാണ് ഈ പൊട്ടന്മാരറിഞ്ഞത് നാട് വിട്ടത്. ആളിവിടെ നിന്ന് പോയെന്ന് പിന്നീട് അറിഞ്ഞ് ശത്രുക്കൾ മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് 4 ഭാഗത്ത് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കൊല്ലുന്നതിന് വേണ്ടി പരക്കം പായുകയാണ്. അപ്പോഴാണ് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. നമുക്ക് ചരിത്രം അറിയല്ലോ. ഗുഹയ്ക്കകത്ത് എങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുക. അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കർ നീ ഇരുന്ന് വിറയ്ക്കണേ? എന്താ പറ്റിയേ?
എന്താണ് നിനക്ക് പറ്റിയത്? ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, മുകളിൽ ശത്രു വന്നു കഴിഞ്ഞു, മുകളിൽ ശത്രുക്കൾ വന്നു കഴിഞ്ഞു, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുകയാ, അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മൾ കൊല്ലും. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുകയാണ്, അവരെങ്ങാനും താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിരുന്ന് ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ ചിരിക്കുന്നത്? ഈ സമയത്താണോ ചിരിക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി പറയുന്നു, അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മൂന്നാമനായിട്ട് പടച്ചറപ്പ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ നീ ഭയക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ, അവനൊന്ന് താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹു വിചാരിക്കണം. അബൂബക്കറേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ, എന്തിനാ നമ്മളെ ഭയപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളോട് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ ആരെ ഭയപ്പെടാനാ? നമ്മൾ ആരെ ഭയപ്പെടാനാ? നമ്മൾ ആരെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തേ മനുഷ്യ നീ ചിന്തിക്കാത്തത്? എടാ, ജനിച്ചപ്പോഴേ നിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത്തെ ചെവിയിൽ കാമത്ത് കൊടുത്തു. എന്തിനാ ബാങ്ക് മിക്കാമത്തമ കൊടുത്തതെന്നറിയോ? നീ മരിച്ചു കഴിഞ്ഞാ പിന്നെ ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ സമയമില്ല. നീ മരിച്ചു കഴിഞ്ഞാ പിന്നെ ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ സമയമില്ല. കുളിപ്പിച്ച് നിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കുഴിച്ചിടണം. അതിനു വേണ്ടിയുള്ള ബാങ്കും ഇഖാമത്തും ജനിച്ചപ്പോഴേ ചെവിയിൽ വിളിച്ചു വെച്ചിരിക്കുന്നു പെങ്ങളെ. പിന്നെ എന്തിനാ മോളെ പേടിക്കുന്നത്? നീ ഉമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങളോ പ്രായമായപ്പോ, നീ 3 മാസം കഴിഞ്ഞപ്പോഴേ അല്ലാഹു നിന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട് മോളെ. ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കണമെന്ന്, ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കണമെന്ന് അല്ലാഹു നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടിമാറ്റാ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, അല്ലാഹ് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അല്ലാഹു എന്നെ വേദനിപ്പിക്കുന്നു, ശത്രുക്കളെ നമുക്കെതിരെ വരുന്നുണ്ടല്ലോ, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശിരി الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ
ഖുർആൻ പറയുകയാ, അല്ല നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ എന്റെ ഉസ്താദ് അല്ല എന്നെ കണ്ണുനീര് കുടിപ്പിക്കണേ? നീ ചോദിക്കുമല്ലോ, ഉസ്താദ് എല്ലാവർക്കും മക്കളുണ്ട്, 10 കൊല്ലമായി എനിക്കില്ലല്ലോ. എല്ലാവർക്കും വീടുണ്ട്, എനിക്ക് വീടില്ലല്ലോ. എന്റെ ഉസ്താദ് എനിക്ക് മാത്രം അല്ല സന്തോഷമുള്ളൊരു ജീവിതം തരാത്തത്? ഞാൻ നിസ്കരിക്കുന്നവളാ, ഞാൻ ഖുർആൻ ഓതുന്നവളാ, ഞാൻ സദക്ക കൊടുക്കുന്നവളാ, എന്നിട്ടും അല്ല എനിക്ക് ക്യാൻസർ തന്നല്ലോ, അള്ളാഹു എനിക്ക് രോഗങ്ങൾ തന്നല്ലോ, അള്ളാഹിക്ക് എന്നോട് വല്ലാത്ത വെറുപ്പാണല്ലോ എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളങ്ങനല്ലേ? നമുക്ക് അള്ളാഹു എന്തെങ്കിലുമൊക്കെ തരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹിക്ക് നമ്മളോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന്. ഇവിടെ ചങ്ങാതി അങ്ങനെ പറയരുത്. അള്ളാഹുവിന് ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയ, അള്ളാഹ് സ്നേഹം കൂടിയ കെട്ടിപ്പിടിക്കൂല. അള്ളാഹുവിന് ഒരു അടിമയോട് സ്നേഹം കൂടി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കൂല. അള്ളാഹ് നോക്കും, നിന്നെ നല്ലതുപോലെ ഒന്ന് അളക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹ് കാക്കുമാറാകട്ടെ. എങ്കിലും പരലോകത്ത് ചെല്ലുമ്പോഴേ, അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ, മഹ്ശറയിൽ പോകുമ്പോ, ഈ ക്യാൻസർ രോഗം വന്ന് മരിച്ച മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നമ്മൾ പറയുമത്രേ, എനിക്ക് ഇതുപോലും വന്നില്ലല്ലോ അള്ളാഹ് എന്ന് പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ക്യാൻസർ രോഗം അതൊക്കെ വന്ന ആൾക്കാര് അവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നമ്മൾ പറയണത്, എനിക്ക് ഇതുപോലും വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിക്ക് സ്നേഹം കൂടിയ അള്ളാഹ് കെട്ടിപ്പിടിക്കൂല. അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും? നല്ലതുപോലെ ഒന്ന് കൊടയും. നിങ്ങൾ ചിന്തിക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് ആരെയായിരുന്നു? പ്രവാചകന്മാരെയാണ്. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയന്മാർക്കായിരുന്നില്ല, കാഫിരീങ്ങൾക്കായിരുന്നില്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് മുത്തുനബിയ. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി, പിന്നെ ഉമ്മാനെ കണ്ടു കൊതിരും, ഉമ്മ പോയി, താങ്ങും തണലുമായിരുന്നു എല്ലാരും പോയി, ഭാര്യമാര് പോയി, മക്കള് പോയി. നമ്മൾ ഒരെണ്ണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്ര മക്കളുടെ മയ്യത്താ ഖബറിൽ ഇറക്കി വെച്ചേ? പട്ടിണി കിടന്ന് അള്ളാന്റെ റസൂല് തങ്ങള് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്ക, പുല്ലു പറിച്ച് തിന്നത്ര വിശന്നിട്ട്. നമ്മള് തിന്നിട്ട് പണ്ടെന്നറിയുമ്പോ പച്ചയില പറിച്ച് തിന്നും. ഏത്? ജെറുജറൊക്കെ വെടിച്ചിട്ട് മല്ലിയില തിന്നും നമ്മൾ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മന്തി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടിയാ നമ്മൾ തിന്നണേ. മുത്തുനബി പുല്ലു പറിച്ചു തിന്നു, വൃക്ഷത്തിന്റെ ഇല പറിച്ച് കഴിച്ചു. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയില്ലേ മുത്തുനബി? ഉറങ്ങാൻ പറ്റാതെ തലകീഴായിട്ട് കിടന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അള്ളാഹു പറയുകയാ, സ്വർഗ്ഗവോസിന് കിട്ടൂല ആർക്കും. സ്വർഗ്ഗവോസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലടാ. ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്, ഇത്തിരി ദുരിതങ്ങളൊക്കെ അനുഭവിക്കണം. അല്ല പറഞ്ഞു, ഞാൻ എങ്ങനെ എന്റെ അടിമയെ പരീക്ഷിക്കുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിന്നെ അല്ല പേടിപ്പിക്കും, വിറപ്പിക്കും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പേടിപ്പിക്കും. എങ്ങനെ പേടിപ്പിക്കും? ഈയിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നുള്ളൊരു അവസ്ഥ വരും നമ്മുടെ രാജ്യത്ത്. ഏക സിവിൽ കോഡും പൗരത്വ ബില്ലൊക്കെ അതിലൊക്കെ ഈ ഹദീസിന്റെ സത്യവ, ഖുർആൻ പറഞ്ഞ സത്യവ വരാതിരിക്കാൻ പറ്റുമോ? ശത്രുക്കൾ മുഴുവനും നമ്മളെ ഒറ്റക്കെട്ടായി നിന്നിട്ട് മുസ്ലിമിനെ കൊല്ലും എന്നൊക്കെ പറയും. അപ്പോഴും നീ പറയണം, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാ. എടുത്ത് പത്രത്തിലുണ്ടായിരുന്നല്ലോ, ജയ് ശ്രീരാം എന്ന് വിളിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് പറഞ്ഞു വിളിക്കടാ, ഇല്ലെങ്കിൽ ഇപ്പൊ കത്തിക്കും. അവന്റെ വാപ്പ പോലും പറഞ്ഞു വിളിച്ചേരും മോനെ, അവൻ വിളിച്ചില്ല. അതാ മുസ്ലിം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കടന്നു വരും. നമ്മൾ എന്ത് ചിന്തിക്കണം? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീടും പറമ്പും പോയാ പോട്ടെ, എന്തായാലും മരിക്കൂലേ? മരിക്കുവോ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അങ്ങനെ നിങ്ങൾ മരിക്കുവോ? പെണ്ണുങ്ങളൊക്കെ കൈപൊക്കി. വളയും മോതിരൊക്കെ കാണുന്നുണ്ട്, ഇന്നെല്ലാം ഇവിടെ തന്നേക്കണം. എന്തായാലും നിനക്ക് ഉറപ്പായില്ല മരണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കിയിരിക്കും. ആ ഒരു ഉറപ്പാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
മരിക്കൂന്ന് എല്ലാത്തിനും അറിയാം. പക്ഷെ നമ്മൾ പറയണ എന്തേ, ഇപ്പൊ മരിക്കൂല. എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്. ഈ ഇരിക്കണ 60 വയസ്സുള്ള വാപ്പാനോട് ചോദിച്ചാലും പറയും സമയമായില്ല, ഇനിയും കുറെ കാലം ജീവിക്കും. ഇല്ലേ ഉമ്മ? 18, 20 വയസ്സുള്ള 25 വയസ്സുള്ള പെണ്ണിന്റെ ശരീരത്തില്ലാത്തതിനെക്കാളും സ്വർണ്ണമാണ് നിങ്ങളുടെ നാട്ടിൽ 50, 60 വയസ്സുള്ള ഉമ്മായിക്കില്ലേ? ചെറിയ പെൺകുട്ടികൾ ഒരു കമ്മലിടും. 18, 20 വയസ്സുള്ള കല്യാണം കഴിച്ചിന് ഇത്തിരി കൂടെ മുകളിലോട്ട് ഒന്നുകൂടെ കയറും. പിന്നെ നോക്കുമ്പോ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക, 18-ാം പടി പോലെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക. ഇല്ലേ? പ്രായമാകും. അതെന്താ ഇവിടെ അങ്ങനെ? അല്ലാഹു, ഞാൻ എത്രയോ ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. ആ ഉമ്മ വാതിന് വരണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ഉമ്മമാരിങ്ങനെ ഇട്ടിരിക്കുന്നത് പാപം, കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കും മനുഷ്യ, ഇടം മരണമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളെ തേടി വരും. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? എന്റെ പൊന്നാര കാക്ക, എന്റെ മുന്നിൽ ഇരിക്കണവർക്കല്ലേ ഞാൻ വഴുതു പറയുന്നത്. എവിടോ കിടക്കുന്നവനെ കുറ്റം പറയും. എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കാനല്ലേ ഞാൻ വഴുതു പറയണേ. മൊബൈലിലൂടെ കാണുന്നവന് കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണവരൊക്കെ പറ്റും. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൽമു വേണോന്ന് പറഞ്ഞ് വരുന്നവനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന കാലം മാറിയില്ലേ? അൽഹംദുലില്ലാഹ്. എന്തായാലും ഇത്തിരി എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണം? പറമൻഷ ഉണ്ടോ? എന്താ അടയാളം ഉണ്ടോ? അമിനത്ത ചായ കുടിച്ചോ? അവസാനത്തെ കുടിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുടിച്ചോ? ഇന്നും കൂടെ കുടിക്കാൻ പറ്റും. നാളെ ഇതേ സമയത്ത് അകത്ത് കടന്ന് കുടിക്കാം. ഇവിടെ മരണത്തിന് വല്ല അടയാളം ഉണ്ട് മനുഷ്യ, അടയാളം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഇരിക്കുന്നതിലെ പലതെണ്ണത്തിനെയും പള്ളിക്കുഴി കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്. കാണുമ്പോ തന്നെ അറിയാം. ഈ ഇരിക്കണ പല ആണുങ്ങളും നോക്കുമ്പോ നിങ്ങളുടെയും സമയം അടുത്തിരിക്കുന്നുണ്ട്. എല്ലാത്തിനും ഹത്തീബ് ഉൾപ്പെടെ സമയമായി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ മരണത്തിന് അടയാളുണ്ട്. എന്റെ മരണം അടുത്തു. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇത്ര ഉറപ്പെന്താ? മരണത്തിന്റെ അടയാളം എന്താണെന്നറിയോ? പറഞ്ഞുതരട്ടെ മനുഷ്യന്മാരെ. ധൈര്യം അറ്റാക്കൊന്നും വരത്തില്ലല്ലോ. എങ്ങനാ അടയാളം പറഞ്ഞുതരട്ടെ. നാളെ പോയി കഫൻ തുണി വാങ്ങിച്ചോണം കേട്ടോ. ഇനി ഫർദൊന്നും വാങ്ങിക്കരുത്. സ്വർണ്ണൊക്കെ ഇന്ന് തന്നെ ഒരു ബക്കറ്റ് ഇട്ടേക്കണം. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. നാളെ ഇവിടുത്തെ പള്ളിത്തുണി നിന്നെ കൊണ്ടുവരും. അല്ലാഹു ഈമാനുള്ള മരണം തരുമാറാകട്ടെ. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? തലമുടി നോക്കിയാൽ മതി. ആണുങ്ങളും പെണ്ണുങ്ങളും തലയിലെ മുടിയിൽ നോക്കണം. താടിയുള്ളവര് താടിയിൽ നോക്കണം. കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ കഫൻ തുണി നീ വാങ്ങിച്ചു വെച്ചോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്താ അടയാളം? ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുടി വെട്ടാൻ സമയമായി. തലമുടി നല്ലതുപോലെ അവളെ കൈ കൊടുക്കാൻ തന്നെയല്ലേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സാലിഹത്തായ മകളാക്കുമാറാകട്ടെ. ഒരു മുടിയെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നീ റെഡിയായിക്കോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. സമാധാനായില്ലേ? നിങ്ങൾ പറ, സമാധാനായില്ലേ? എന്റെ താത്ത ഒരെണ്ണമല്ല ഉസ്താദെ, ഞാൻ ഇങ്ങനെ ഹിജാബ് ഇങ്ങനെ നല്ലതുപോലെ ഇട്ടിരിക്കുന്നത് വെളുത്തത് പുറത്ത് കാണാതിരിക്കാനാണ്. സർവ്വ മുടിയെ നരച്ചു നിന്റെ. എന്നിട്ട് നീ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കുന്ന എന്തിനാ? പള്ളിക്കുഴി പോകാൻ സമയമായി, ഒരുങ്ങിക്കോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതവും ഇതൊക്കെ വരും. എന്തിനാ അല്ലാഹ് തരുന്നതെന്നറിയോ? നിനക്ക് ഈമാൻ ഉണ്ടോ എന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നേ. നിനക്ക് ഈമാൻ ഉണ്ടോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തോറ്റുപോകരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മള് മാസ്ക് ഇട്ടുകൊണ്ട് നടക്കാം, കൊറോണ പേടിച്ചിട്ട്. എടാ, വരാനുണ്ടെങ്കിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മാസ്ക് കൊണ്ടൊന്നും കൊറോണയെ തടയാൻ പറ്റൂല. അതൊക്കെ വേണമെങ്കിൽ സമാധാനത്തിന് നമുക്ക് ചെയ്യാം. ഇപ്പൊ പിന്നെ ഒന്നും ഇല്ലല്ലോ, ഇല്ലേ? ഇപ്പൊ പോലീസുകാരെ മുന്നേ മാത്രമേ നമ്മൾ മാസ്ക് എടുത്തുള്ളൂ. കാരണം എന്തേ? പെറ്റിയടിച്ച് കൈ കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തവക്കൽതു അലല്ലാഹ് എന്ന
ആരെങ്കിലും പറഞ്ഞാൽ അവന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹ് കൂടെയുണ്ട്, നോ പ്രോബ്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. യാതൊരു പേടിയും വേണ്ട, പടച്ച റബ്ബുണ്ടെന്നുള്ള ധൈര്യമുണ്ട്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മൂന്ന്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലൂന വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ ഉപദ്രവത്തിൽ നിന്ന്? പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉസ്താദേ, വീടിനകത്ത് എന്തോ ഉണ്ടോ, എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, പറയാറില്ലേ? വീടിനകത്ത് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദേ. വീടിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് തുള്ളലളവാന്ന് പറയണില്ലേ? ശൈത്താന്റെ ഷർറുകൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പൈശാചികമായിട്ടുള്ള ഉപദ്രവം കാരണം സഹിക്കാൻ പറ്റുന്നില്ല, ദുആ ചെയ്യണേ എന്ന്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈത്താന്റെ ഷർറ് വലിയ ഷർറാ. ആ പൈശാചികമായിട്ടുള്ള ഉപദ്രവം എന്തിന് നമ്മളൊക്കെ പറയുമല്ലോ, ദാഹമൗത്തതു കൂട്ടിടും ഇബ്ലീസു കൂസിനെ കാട്ടിടും നേരല്ലൈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ഈ ശൈത്താനിനെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഓടിച്ചാൽ ആ മരണസമയത്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പലരും പറയും, ഉസ്താദേ വീടിനകത്ത് ഭയങ്കര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട്, ഇബ്ലീസിനെ ഇറക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഇവിടെ ആരുടെ വീടിനകത്തിരിക്കുന്ന ശൈത്താനെയും ഇറക്കി വിടാം. പൈസ ഒന്നും വേണ്ട, കൂടോത്രവും മന്ത്രവാദവും ഒന്നും വേണ്ട. ഇറക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യോ 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 നിങ്ങൾക്ക് വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ആദ്യം നിന്റെ ശരീരത്തിൽ കൂടി ഇരിക്കുന്ന ശൈത്താൻ ഇറക്കാം, പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാം. അത് അങ്ങനെ വേണോന്ന് ചോദിച്ചപ്പം വെടികൊണ്ടതുപോലെ ഇരിക്കുക. കാരണം എന്താ ഉസ്താദെ, ഞാനും ശൈത്താനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഉറച്ചതാ, എങ്ങനെ ഓനെ ഇറക്കി വിടും? ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ച് ഇങ്ങനെ ഇറക്കി വിടാ. പണ്ടൊരാള്, ഞാൻ ഹജ്ജിന് പോയ സമയത്താണ് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്, ഒരാൾ ഇങ്ങനെ ഹജറുൽ അസ്വദ്, ഒരാൾ ജംറയിൽ പോയി കല്ലെറിയ. ചിലരൊക്കെ ജംറയിൽ പോയി കല്ലെറിയാറുണ്ട്. അപ്പൊ ശൈത്താൻ തന്നെ ചോദിക്കുക, അളിയ നമ്മൾ തമ്മിൽ എറിയണോടാ. ജംറയിൽ പോയിട്ട് ശൈത്താനെ കല്ലെറിയുമ്പോ ശൈത്താൻ തന്നെ ചോദിക്കുക, നീ എന്നെ എറിയുന്നോടാ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശൈത്താന്റെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറാൻ നിങ്ങളുടെ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. പൈസ ചെലവൊന്നുമില്ല. ഖുർആനിലെ ഒരു ആയത്ത് വീട്ടിൽ പോയി ഓതിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. പോരാ, ഒന്നുകൂടെ ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. നീ ചിരിച്ചോണ്ട് തന്നെ ഇപ്പൊ നീ ഇരുന്ന് ചിരിക്കും. അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ നീ ഈമാനില്ലാതെ ചാകുമ്പോ ഇബ്ലീസ് നിന്നിങ്ങനെ ചിരിച്ചു കാണിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരായത്ത് ഓതുവോ? അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കുക.